ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ടീച്ചർ നിങ്ങൾക്ക് പോർഷനൊക്കെ അയച്ചു തന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ജോഗ്രഫി ജോഗ്രഫി സെക്കൻഡ് ലെസൺ പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തു. പൊളിറ്റിക്സ് സെക്കൻഡ് ലെസൺ ടീച്ചർ ഇന്ന് പഠിപ്പിക്കും. ഹിസ്റ്ററി സെക്കൻഡ് ലെസൺ അത് കംപ്ലീറ്റ് ചെയ്ത് നോട്ടും അയച്ചു തന്നു. ഇനി നമുക്ക് പൊളിറ്റിക്സിലെ സെക്കൻഡ് ലെസൺ മാത്രമേ നമുക്ക് ഉള്ളൂ. ബാക്കിയെല്ലാം നോട്ടെല്ലാം തന്നിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കാം. അതോടൊപ്പം GK പോർഷനും ടീച്ചർ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. എനിക്കത് ഒരു എന്തുവാ സബ്ജക്റ്റ് എല്ലാം പഠിപ്പിച്ചതാണോ, എല്ലാ ലെസൺസും പഠിപ്പിച്ചതാണോ എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 18, Understanding Secularism. Okay, in the previous class we studied, or previous chapter we studied about why do we need constitution, and also we studied the key features of Indian constitution, etc. In this lesson we are going to study about secularism. So secularism, we already studied what is secularism. The state does not promote any one religion as the state religion. ഇത് 10th വരെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് സെക്യുലറിസം. 10th നമുക്ക് പഠിക്കാനുള്ളതാണ്, അതാണ് ഇപ്പോഴേ പഠിച്ചു പോകണം. Secularism is one of the most important feature of Indian constitution. Okay, we studied constitutionലെ key featureൽ ഒരെണ്ണമാണ് secularism. What is secularism? That we already studied. The state does not promote any one religion as the state religion. We live in a democratic form of government. Okay, what is democracy? Also we know what is democracy. It is a form of government in which the rulers are elected by the people. Also, the Indian constitution allows individuals the freedom to live by their religious beliefs and practices. So, in a democratic form of government, we can, any citizen of a democratic country can practice their own religious beliefs. അപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രീസിൽ അവർ വിശ്വസിക്കുന്ന മതത്തിൽ, ഏത് മതത്തിലാണോ അവർ വിശ്വസിക്കുന്നത് അതിൽ അവർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഫോളോ their own religious beliefs. ഓക്കെ, അപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ഒത്തിരിയധികം മത വിഭാഗങ്ങളുണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സീസ്, ജെയിൻസ്, ബുദ്ധ മതം, ഇങ്ങനെ ഒത്തിരി വിഭാഗങ്ങളുണ്ട്. ഓൾ റിലീജിയൻ are considered as equal, and also the state does not promote any one religion as the state religion. നമുക്കറിയാം ഇന്ത്യയിൽ ഒരു റിലീജിയൻ സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇന്ന റിലീജിയൻ മാത്രമേ പ്രാക്ടീസ് ചെയ്യാവൂന്ന് പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. This idea of religious freedom for all, India also adopted the strategy of separating the power of religion and the power of the state. So secularism refers to this separation of religion from the state. What is this meaning is that in a democracy, all citizens can follow any religious beliefs and practices. So the state does not separate from religion from state. This means that any person or any individual of India can practice or profess their own religious beliefs and practices. അപ്പോൾ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക്, അതായത് സിറ്റിസൺ ഓഫ് ഇന്ത്യ ക്യാൻ പ്രാക്ടീസ് എനി വൺ റിലീജിയൻ ഓഫ് ദെയർ ഓൺ. അവർ വിശ്വസിക്കുന്ന മതത്തിൽ അവർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഫോളോ ദെയർ ഓൺ റിലീജിയൻ. ഇറ്റ് ഈസ് കോൾഡ് സോ ദ സ്റ്റേറ്റ് ഡസ് നോട്ട് separate from religion. Okay, almost all countries of the world have more than one religious groups living in them. We know മിക്കവാറും എല്ലാ കൺട്രീസിലും എന്തുണ്ടായിരിക്കും? മോർ ദാൻ വൺ റിലീജിയസ് ഗ്രൂപ്പ്സ്, ഒന്നിൽ കൂടുതൽ. ഇന്ത്യയിലുള്ളത് പോലെ തന്നെ ഒന്നിൽ കൂടുതലുണ്ടായിരിക്കും. ആൻഡ് all these one group is majority, and they take all the state power, and they use this power and the resources that they discriminate against other religious groups or minority groups. അപ്പോൾ മിക്കവാറും മറ്റു കൺട്രീസിലൊക്കെ, നമ്മളിപ്പോൾ പാകിസ്ഥാൻ എടുക്കുകയാണ്, അവർ നൈബറിങ് കൺട്രി പാകിസ്ഥാൻ എടുക്കുകയാണെങ്കിൽ, they promote only one religion, ഇസ്ലാം റിലീജിയൻ മാത്രമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. മറ്റു റിലീജിയസ് ഗ്രൂപ്പ്സും ഉണ്ട്, എങ്കിലും കൂടുതലായിട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാം ആയിരിക്കും. ഓക്കെ, ദേ ഓൾവേസ് സപ്രസ് ദ മൈനോറിറ്റി റിലീജിയസ് ഗ്രൂപ്പ്സ്. നമ്മൾ ഈ അടുത്ത കാലത്തിലൊക്കെ
വാട്സാപ്പിലൂടെയൊക്കെ കണ്ട ഒരു കാര്യമാണ്. മൈനോറിറ്റി ഗ്രൂപ്പിൽപ്പെട്ട ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ അല്ലെങ്കിൽ മറ്റു മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയൊക്കെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി അവിടെ ഒത്തിരി ശ്രമിക്കുന്നതായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതേപോലെ തന്നെ മറ്റു കൺട്രീസിലും only one so many religious groups are there, but majority dominates other minority religious groups. Okay, but in India all religions are considered as equal. That is why we follow secularism. That means the state does not promote any one religion as the state religion. നമ്മുടെ സ്റ്റേറ്റ് റിലീജിയനായിട്ട് ഒരു മതം, നമ്മൾ അറിയപ്പെടുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്? ഓൾ റിലീജിയൻസ് ആർ കൺസിഡേഴ്സ് ഈക്വൽ. ഓക്കെ, ദർ വെയർ നോ മെജോറിറ്റി മൈനോറിറ്റി ഉണ്ടെങ്കിലും എല്ലാ റിലീജിയനും ഈക്വൽ കൺസിഡറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് വൈ we can say that any individual of our country can follow their own religious beliefs and practices. Okay, so also they prevent minority religious groups practicing their own religion. So in other countries they arise only one religion, they take all major decisions, and also minority religious groups did not take major decisions. Okay, in a democratic country like India, this type of discrimination and violation cannot seen because the fundamental rights of the Indian Constitution guarantees this rights. Okay, so in India we cannot see this type of discrimination. That means majority did not suppress the minority religious groups. Always in other countries of the world, that means other countries എന്ന് പറയുമ്പോൾ വൺ റിലീജിയസ് മെജോറിറ്റി ആയിട്ടുള്ള ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി ഉള്ള കൺട്രീസിൽ ദേ ഡിസ്ക്രിമിനേറ്റ് ആൻഡ് സപ്രസ് ദ മൈനോറിറ്റി religious groups. But in India we cannot see this type of discrimination because we follow democracy, and also the fundamental rights of the Indian Constitution guarantees against the suppression and the violation of these minority groups. Okay, this was one of the reasons why it is important to separate the state and religion in a democratic society. Okay, ഇതാണ്. അപ്പോൾ മറ്റ് കൺട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല, വായിക്കുക. മറ്റു കൺട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദേ മെജോറിറ്റി റിലീജിയസ് ഗ്രൂപ്പ്സ് ടേക്ക് ഓൾ മേജർ ഡിസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പാകിസ്ഥാൻ പോലുള്ള കൺട്രീസ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ, അതെല്ലാം മറ്റു റിലീജിയസ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിലും ദേ ആർ വെരി മൈനോറിറ്റി, വളരെ കുറച്ചേ ഉള്ളൂ. മെജോറിറ്റി ടേക്ക് ഓൾ മേജർ ഡിസിഷൻസ്, ആൻഡ് ഇഫ് എനി വൺ or minority religious group have no rights in other countries. But in India this type of discrimination and violation did not exist because we follow democracy, and this constitution of India also guarantees there were no majority or minority, all religions are considered as equal. Okay, page number 22nd paragraph. Another reason is that it is important to separate religion from the state in democratic societies because we all need to protect the freedom of individuals to exist from their religion, embrace another religion, or have the freedom to interpret religious teachings differently. നമുക്കറിയാം ഡിഫറെൻ്റ് റിലീജിയസ് ഗ്രൂപ്പ്സ് പ്രാക്ടീസ് ദെയർ ഓൺ. ഇപ്പോൾ ഹിന്ദു മതത്തിൻ്റെ അവരുടെ റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്സ് ഒന്നായിരിക്കാം, അതേപോലെ ക്രിസ്ത്യൻ മതത്തിൻ്റെ സെപ്പറേറ്റ് ആയിരിക്കും, മുസ്ലിം മതത്തിൻ്റെ പ്രത്യേകിച്ചായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ വ്യൂസും അവരുടെ കാഴ്ചപ്പാടും അവരുടെ റിലീജിയസ് ടീച്ചിങ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, to understand this point better, let us take the practice of untouchability. We already studied last year what is untouchability. എന്താണ് തൊട്ടുകൂടായ്മ? അന്ന് പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു അൺജസ്റ്റ് ആയിരുന്നു ദിസ് അൺടച്ചബിലിറ്റി. ദിസ് വാസ് അബോളിഷ്ഡ് ബൈ ലോ.
You might feel that you dislike this practice within Hinduism and therefore you want to try and reform it. However, if state power were in the hands of those Hindu who support untouchability, then do you think that you would have to easy task to try and change this? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അൺടച്ചബിലിറ്റി ഇന്ന് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് എനിവൺ വയലേറ്റ് ദീസ് റൈറ്റ്സ് വി ക്യാൻ അപ്രോച്ച് ദ കോർട്ട്. But before that, or before we independent, or before 200 years, these type of laws are not exist. That is why untouchability prevailed at that time. So ഒരു ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കി, അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന് അൺടച്ചബിലിറ്റി എക്സിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഹിന്ദു മതമാണ് ഏറ്റവും മെജോറിറ്റി. അതോടൊപ്പം തന്നെ അവരുടെ ആ രീതി അനുസരിച്ചാണ് ഇന്ത്യ ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള, അതായത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഫ്രീഡം നമുക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ മെജോറിറ്റി ഗ്രൂപ്പ്സ് ഓൾവേസ് ടേക്ക് മേജർ ഡിസിഷൻ എടുക്കുമായിരുന്നു. ബട്ട് നൗ വി ഫോളോ ഡെമോക്രസി ആൻഡ് ഓൾസോ സെക്യുലറിസം. ദാറ്റ് മീൻസ് ദ സ്റ്റേറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് എനി വൺ റിലീജിയൻ ആസ് ദ സ്റ്റേറ്റ് റിലീജിയൻ, ആൻഡ് ഓൾസോ all religious groups are considered as equal, and the fundamental rights also guarantees these rights. That is why പക്ഷേ ഇപ്പോൾ നമുക്കറിയാം മതത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരി വയലൻസൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് പല സ്റ്റേറ്റിലും. എങ്കിലും മറ്റു കൺട്രീസിനെ അപേക്ഷിച്ച് ഇന്ത്യയിൽ എന്ത് ചെയ്യാം, നമുക്ക് കോർട്ടുണ്ട്, കോടതിയിൽ പോകാനും ഉള്ള എല്ലാ പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, even if you were part of the dominant religious groups, you might face a lot of resistance from fellow beings, members of your community. These members who have controlled the state power might say that there is only one interpretation of Hinduism and that you do not have the freedom to interpret this differently. അപ്പോൾ ഇവിടെ പറയുന്ന എക്സാമ്പിൾ, ഹിന്ദു മതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെങ്കിലും പിന്നെ അൺടച്ചബിലിറ്റി പ്രിവെയിൽ ആണെങ്കിലും ഹിന്ദു മതത്തിൽപ്പെട്ട ആ കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്നെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും അൺടച്ചബിലിറ്റി ഉള്ളത് കാരണം മറ്റു റിലീജിയസ് ഗ്രൂപ്പ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയേണ്ടി വരുമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇതൊന്നും ഇന്നില്ല. നമുക്കിപ്പോൾ എന്താണ്, ഈ അൺടച്ചബിലിറ്റി നിയമം മൂലം നിർത്തലാക്കി. അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഓൾ റിലീജിയൻസ് ആർ കൺസിഡേർഡ് ഈക്വൽ, ആൻഡ് ഇഫ് എനി വൺ വയലേറ്റ് ദീസ് ലോസ് ദേ ക്യാൻ അപ്രോച്ച് ദ കോർട്ട്. ഓക്കെ, ഇനി വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്, പഠിക്കുക. വാട്ട് ഈസ് ഇന്ത്യൻ സെക്യുലറിസം? അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനും. വാട്ട് ഈസ് ഇന്ത്യൻ സെക്യുലറിസം? ഇതിലൊരു 3 പോയിൻ്റാണുള്ളത്. ഈ 3 പോയിൻ്റ് അതേപോലെ എഴുതണം. ഒരു 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇതിലൊരു ക്വസ്റ്റ്യൻ ആൻസറേ വന്നുള്ളൂ നമുക്ക്. വാട്ട് ഈസ് സെക്യുലറിസം? ഇത് നോക്കാം നമുക്ക്. വാട്ട് ഈസ് ഇന്ത്യൻ സെക്യുലറിസം? അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. 3 പോയിന്റ്. The Indian Constitution manders that the Indian state be secular. According to the Constitution, only a secular state can realize to its objectives to ensure the following. So, Indian secularism പറയുന്ന 3 കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചതായിരുന്നു കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ അതിൽ നമുക്കുണ്ട് 4-മത്തെയോ 5-മത്തെ ഒരു പോയിൻ്റാണ് അതിൽ വരുന്നത്. ഇപ്പോൾ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. Right to freedom of religion. Okay, religious freedom is provided to all citizens. Every person has the right to practice, profess and propagate the religion of their ചോയ്സ്. ഓക്കെ, ആ ലെസനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന 3 പോയിന്റ്, വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സെക്യുലറിസം? അതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ദാറ്റ് വൺ റിലീജിയസ് കമ്മ്യൂണിറ്റി ഡസ് നോട്ട് ഡൊമിനേറ്റ് അനദർ. മെജോറിറ്റി ആകാം, മൈനോറിറ്റി ആകാം. വൺ റിലീജിയസ് കമ്മ്യൂണിറ്റി ഡസ് നോട്ട് ഡൊമിനേറ്റ് അതർ minority religious community. That some members do not dominate other members of the same religious community. Okay, some members do not dominate.
or suppress other members of the same religious community. The last one, the state does not enforce any particular religion nor take away the religious freedom of individuals. Okay, once more, one religious community does not dominate another. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്മോൾ അല്ലെങ്കിൽ മൈനോറിറ്റി റിലീജിയസ് കമ്മ്യൂണിറ്റിയെ ഒരിക്കലും ഡൊമിനേറ്റ് ചെയ്യാൻ പാടില്ല. Then second one, some members do not dominate that other members of the same religious community. സെയിം റിലീജിയസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ പാടില്ല, ഡൊമിനേറ്റ് ചെയ്യാൻ പാടില്ല. സെയിം റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ മറ്റു എഡ്യൂക്കേഷനിലായിട്ടോ മുന്നിലുള്ള ആൾക്കാർ, അതൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് വൺ, the state does not enforce any particular religion nor take away the religious freedom of individual. ഒരു റിലീജിയന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇന്ന റിലീജിയനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മറ്റു സ്മോൾ അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ട് വരുന്ന റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ അവരുടെ ഫ്രീഡം എടുക്കാനോ ഒന്നും പാടില്ല. ഇതാണ് ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സെക്യുലറിസം. ഈ 3 പോയിന്റും ശ്രദ്ധിച്ച് പഠിച്ചോണം. ഓക്കെ, the Indian state works in various ways to prevent the above domination. First, it uses the strategy of distancing itself from religion. The Indian state is not ruled by religious groups and nor does it support any one religion. So, Indian state does not ruled by any religious groups. ഒരു റിലീജിയസ് ഗ്രൂപ്പ്സും അല്ല ഇന്ത്യ ഭരിക്കുന്നത്. ആരാണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? എലക്റ്റഡ് മെമ്പേഴ്സ് റൂൾ ദ കൺട്രി. ഇറ്റ് ഈസ് നോട്ട് ruled by religious leaders. Okay, in India, government spaces like law courts, police station, government schools and offices are not supposed to display or promote any one religion. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫീസസോ സ്കൂൾസോ പോലീസ് സ്റ്റേഷൻ കോർട്ട്സോ ഇങ്ങനെ വരുന്നൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു റിലീജിയസ് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരു കാര്യവും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു സ്റ്റോറി ബോർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ടീച്ചർ വായിക്കുന്നില്ല, പറഞ്ഞുതരാം. ഒരു ഗവൺമെൻറ് സ്കൂളിൽ എന്തോ കുട്ടികളെല്ലാം പ്രിൻസിപ്പാളിനോട് ആവശ്യപ്പെടുകയാണ്, നമുക്ക് എന്ത് വേണം, ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ നടത്തണം. പക്ഷേ എന്താ പറയുന്നത്, അത് ഇങ്ങനെ നടത്തുകയാണെങ്കിൽ അത് ലോ വയലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലോ വയലേറ്റ് ചെയ്യുക, അങ്ങനെ ഇത് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകാൻ പാടില്ല ഒരിക്കലും. ഗവൺമെൻറ് സ്കൂൾസിലോ ലോ കോഴ്സിലോ പോലീസ് സ്റ്റേഷനിലോ ഗവൺമെൻറ് ഓഫീസിലോ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരു മതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ അതുമായിട്ടുള്ള ഡിസ്പ്ലേ ഒന്നും ചെയ്യാൻ പാടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ. In the above storyboard, the celebration of the religious festival within the school would have been a violation of the government's policy of treating all religions equally. അപ്പോൾ എല്ലാ റിലീജിയനും നമ്മൾ നേരത്തെ കണ്ടു, വാട്ട് ഈസ് സെക്യുലറിസം, ദ സ്റ്റേറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് എനി വൺ റിലീജിയൻ ആസ് ദ സ്റ്റേറ്റ് റിലീജിയൻ. ദാറ്റ് ഈസ് വൈ ഓൾ religions are considered as equal, and the government also considered all religions equally. ഓക്കെ, ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്നത് കാരണം ഗവൺമെൻറ് സ്കൂൾസിലോ ദെൻ ലോ കോഴ്സിലോ പോലീസ് സ്റ്റേഷനിലോ മറ്റ് ഗവൺമെൻറ് ഓഫീസുകളിലോ ഏതെങ്കിലും ഒരു റിലീജിയനെ ഉയർത്തി കാണിച്ചിട്ട് അവരുടേതായിട്ടുള്ള ഒരു പരിപാടി പ്രോഗ്രാംസ് ഒന്നും ചെയ്യാൻ പാടില്ല. Government schools cannot promote any one religion either in their morning prayers or through religious celebration. And also, the government schools also prohibit മോർണിംഗ് പ്രേയേഴ്സിനൊക്കെ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും പാട്ടോ മറ്റു പ്രേയേഴ്സോ ഒന്നും ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് സ്കൂളിലാണ്, പ്രൈവറ്റ് സ്കൂളിൽ അത്രത്തോളം ഇല്ല എങ്കിലും ഇതും റൂളാണ്. ദിസ് റൂൾ ഡസ് നോട്ട് അപ്ലൈ ടു പ്രൈവറ്റ് സ്കൂൾ. ഓക്കെ, പക്ഷേ ഗവൺമെൻറ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ളത്. പ്രൈവറ്റ് സ്കൂളിൽ നമുക്ക് അവരുടേതായ ഇൻഡിവിജ്വൽ ആവശ്യമായി ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ പ്രെയർ നടത്താം. പക്ഷേ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഏതെങ്കിലും ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡിസ്പ്ലേയോ മോർണിംഗ് പ്രെയറോ സോങ്സോ ഒന്നും പാടാൻ പാടില്ല. അതാണ് ഈ സ്റ്റോറി ബോർഡിൽ പറയുന്നത്. The second way in which Indian secularism works to prevent the above domination is through a strategy of non-interference. This means that in order to respect the sentiments of all religions and not interfere
with the religious practices, the state makes certain exceptions for particular religious community. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കുന്ന വേറൊരു എക്സാമ്പിളാണ് ഇത്. ചില റിലീജിയസ് ഗ്രൂപ്പ്സിന് ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് സിഖ് മതം, അതാണ് ഇവിടുത്തെ സ്റ്റോറി ബോർഡിൽ പറയുന്നത്. സിഖ് മതക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തലയിൽ ഒരു തലപ്പാവ്, പുഗ്രി എന്ന് പറയുന്ന ഒരു തലപ്പാവ് വയ്ക്കുന്നത് കാരണം അവർക്ക് എന്ത് വേണ്ട, ഹെൽമറ്റ് വേണ്ട. കാരണം അത് വേറെ ഒന്നും കൂടെ അതിൻ്റെ പുറത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചില റിലീജിയസ് കമ്മ്യൂണിറ്റിക്ക് ചില എക്സെപ്ഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഈ സ്റ്റോറി ബോർഡിൽ വരുന്നത്. അത് വായിച്ചാൽ മതി നിങ്ങൾ. ഈ രണ്ട് സ്റ്റോറി ബോർഡ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. In the above storyboard, Paramjit, the Sikh youth, does not have to wear a helmet. This is because the Indian state recognizes that wearing a pugri or turban is central to a Sikh religious practice, and in order not to interfere with this, allow an exception in the law. അപ്പം ഒരു സിഖ് യൂത്തിന് അവരുടെ തലപ്പാവ് എന്ന് പറയുന്നത് അവർ റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് തലപ്പാവ് വെച്ചാൽ മാത്രമേ ഒരു സിഖ് മതവിശ്വാസി എന്ന് അറിയാനും, അല്ലെങ്കിൽ അവരുടെ ആ റിലീജിയസ് ബിലീഫ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടാണ് അവരുടെ തലപ്പാവ്. അത് കാരണം അവർക്ക് എന്ത് വേണ്ട, ഹെൽമെറ്റ് വേണ്ട. അത് അവിടെ ഒരു എക്സെപ്ഷൻ ചില റിലീജിയസ് കമ്മ്യൂണിറ്റീസിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. Then the third way in which Indian secularism works to prevent the domination listed earlier is through the strategy of intervention. You read earlier in this chapter about untouchability. This is a good example where members of the same religious or upper caste Hindu dominates one members within it. In order to prevent this religious based exclusion and discrimination of lower caste, the Indian constitution burn untouchability. അപ്പോൾ തേർഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, അൺടച്ചബിലിറ്റി. അതായത് the one majority religious group does not suppress the minority religious groups. ഓക്കെ. അൺടച്ചബിലിറ്റി അതാണ്, സെയിം എക്സാമ്പിൾ തന്നെയാണ് തരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ നമുക്ക് എന്താ മനസ്സിലായി, ലോ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ലോ കാസ്റ്റ് എന്നുള്ള ആ ഒരു വേരിയേഷൻ അവിടെ വരുന്നില്ല. അൺടച്ചബിലിറ്റി കംപ്ലീറ്റ്ലി ബേൺ ചെയ്തതിൻ്റെ ഫലമായിട്ട്. ഇൻ ദിസ് ഇൻസ്റ്റൻസ് the state is intervening in religion in order to end a social practice that is believes, discriminates and excludes, and that violates the fundamental rights of lower caste who are citizens to this country. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ലെസണിൽ പഠിച്ച കാര്യം കൂടെയാണ്, ഓൾ ഈക്വൽ ബിഫോർ ലോ. എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ സമന്മാരാണ്. അതായത് ലോവർ കാസ്റ്റ് എന്നോ അപ്പർ കാസ്റ്റ് എന്നോ അൺടച്ചബിൾസ് എന്നോ അല്ലെങ്കിൽ എന്തോ അൺഎഡ്യൂക്കേറ്റഡെന്നോ എഡ്യൂക്കേറ്റഡെന്നോ യാതൊരു വ്യത്യാസം, പൂവറെന്നോ റിച്ചെന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഓൾ ആർ കൺസിഡേഴ്സ് ഈക്വൽ. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിവിടെ പറയുന്നത് എന്താണ്, ദർ ഇസ് നോ ഡൊമിനേഷൻ ഓൺ മെജോറിറ്റി ഓർ മൈനോറിറ്റി റിലീജിയസ് ഗ്രൂപ്പ്സ്. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ സെക്യുലറിസം പഠിക്കുന്നത്. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് എനി വൺ റിലീജിയൻ ആസ് ദ സ്റ്റേറ്റ് റിലീജിയൻ. എല്ലാ മതത്തിനും ഒന്നുപോലുള്ള പ്രാധാന്യം കൊടുത്താൽ മാത്രമേ അവിടെ ഒരു ഡൊമിനേഷൻ വരാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മെജോറിറ്റി റിലീജിയസ് ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ 80% ഓഫ് ദ പീപ്പിൾ ഫോളോ ഹിന്ദുയിസം. ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ, വളരെ കുറച്ച് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടത് വളരെ കുറച്ചേ ഉള്ളൂ. എങ്കിലും ഗവൺമെൻറ് എന്താ പറയുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഓൾ റിലീജിയൻസ് ആർ കൺസിഡേഴ്സ് ഈക്വൽ. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള ഈ വലിയ രാജ്യത്ത് ഇത്രയും ഒരു മതേതരത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത്? ബിക്കോസ് നമുക്ക് ഫ്രീഡം ലഭിക്കുന്ന ആ സമയം, അതിന് മുന്നേ തന്നെ ഒത്തിരി മാത്രം, അല്ലെങ്കിൽ അതിന് മുന്നേ ഒത്തിരി കാലത്തിന് മുന്നേ തന്നെ ഈ രീതിയിലുള്ള ഒരു എക്സ്ക്ലൂഷനൊക്കെ ഉണ്ടായിരുന്നു, പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അൺടച്ചബിൾസും അല്ലെങ്കിൽ എന്തോ ലോവർ കാസ്റ്റ് ഹൈ കാസ്റ്റ് എന്നുള്ള ആ ഒരു വേരിയേഷൻ ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. 4 കാസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പഠിക്കാനോ ഒന്നും, പാവപ്പെട്ട കുട്ടികൾക്ക് ഒന്നിനും ഒരു ഇതില്ല, ഒരു എന്തോ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. ഗുരുകുലത്തിൽ പോയി പഠിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്ത് എഴുതി വെച്ചത്, ഈ സെക്യുലറിസം എന്നുള്ള ഒരു കാര്യം എഴുതി വെച്ചത്. ഓക്കെ. ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലുണ്ടെങ്കിലും നമ്മൾ എല്ലാ മതത്തിനും ഈക്വൽ പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത്. ദർ ഇസ് നോ upper caste or lower caste. There is no majority religious groups or minority religious groups. All religions are considered equal and also give equal importance. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ മൈനോറിറ്റി റിലീജിയസ് ഗ്രൂപ്പ്സിന് ഒത്തിരിയധികം
ഗവൺമെൻറ്റിൽ നിന്നുള്ള സ്കോളർഷിപ്പുകളും ലഭിക്കുന്നുണ്ട്. ഓക്കെ. Similarly, to ensure that laws relating to equal inheritance rights are respected, the state may have to intervene in the religious-based personal laws or communities. The intervention of the state can also be in the form of support. The Indian Constitution grants the right to religious communities to set up their own schools and colleges. It also gives them financial aid on a non-interference, non-preferential basis. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൈനോറിറ്റി റിലീജിയസ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കോളേജസും സ്കൂൾസും ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് അവർക്ക് ഒത്തിരിയധികം അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരമായിട്ട് നമ്മുടെയൊക്കെ സ്കൂൾ എന്ന് പറയുന്നത് മൈനോറിറ്റി റിലീജിയസ് വരുന്ന സ്കൂളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റു സ്റ്റേറ്റിലൊക്കെ ആയാലും ഏത് സ്റ്റേറ്റിലായാലും മൈനോറിറ്റി ഗ്രൂപ്പ്സിൽപ്പെട്ട ഹിന്ദുക്കൾക്ക്, മുസ്ലിംസിനായാലും ദെൻ ക്രിസ്ത്യൻസിനായാലും പാഴ്സി ദെൻ സിഖ് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്കായാലും അവരുടേതായിട്ടുള്ള സ്കൂൾസ്, കോളേജസ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനും അതിന് ഗവൺമെൻറ്റിൽ നിന്നുള്ള എയ്ഡ്സ്, അവരുടെ സാമ്പത്തിക സഹായം കൊടുക്കാനും ഗവൺമെൻറ് നിർബന്ധിതരാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദേ ആർ ഓൾസോ ദ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി. ഓക്കെ. In what ways is the Indian secularism different from that of other democratic countries? അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസറാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറോടെ കഴിയുമ്പോൾ നമുക്ക് ഈ ലെസൺ തീരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. വാട്ട് വൈസ് ഈസ് ഇന്ത്യൻ സെക്യുലറിസം ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അതർ ഡെമോക്രാറ്റിക് കൺട്രീസ്? അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സെക്യുലറിസം വേൾഡ് ഫേമസ് ആണ്. കാരണം എന്താണ്? എല്ലാ മതവിഭാഗത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ സെക്യുലറിസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. വൈ ഇന്ത്യൻ സെക്യുലറിസം ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഡെമോക്രാറ്റിക് കൺട്രീസ്? മറ്റു ഡെമോക്രാറ്റിക് കൺട്രീസും ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സം ഓഫ് ദ എബോവ് ഒബ്ജക്റ്റീവ്സ് ആർ സിമിലർ ടു ദോസ് ദാറ്റ് have been included in the constitution of secular democratic countries in other parts of the world. For example, the First Amendment of the US Constitution prohibits the legislature from the making laws respecting an establishment of religion or that prohibit the free exercise of religion. Okay. അവിടെ അമേരിക്കയിൽ അവിടെയാണ് എക്സാമ്പിൾ പറയുന്നത്. ദേ ഓൾസോ ഫോളോ ഡെമോക്രസി. ദ ഫസ്റ്റ് അമെൻമെൻറ്റ് ഓഫ് ദ US Constitution prohibits the legislature from making laws respecting an establishment of religion or that prohibits the free exercise of religion. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ അമെൻമെൻറ്റ് ഫസ്റ്റ് അമെൻമെൻറ്റിൽ അവർ പറയുന്ന കാര്യം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ദ ലെജിസ്ലേച്ചർ ഫ്രം മേക്കിംഗ് ലോസ് എന്തിനു വേണ്ടി? റെസ്പെക്ട് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റിലീജിയൻ. റെസ്പെക്ടിങ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റിലീജിയൻ ഫോം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് അമെൻമെൻറ്റ് എന്ത് ചെയ്യുന്നു? ലോസ് മേക്ക് ചെയ്യുന്നുണ്ട്. ഓർ ദാറ്റ് പ്രൊഹിബിറ്റ് ദ ഫ്രീ എക്സർസൈസ് ഓഫ് റിലീജിയൻ. വാട്ട് ഈസ് മീൻ ബൈ ദ വേർഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് ദാറ്റ് ദ ലെജിസ്ലേച്ചർ കനോട്ട് ഡിക്ലെയർ എനി റിലീജിയൻ ആസ് ദ ഒഫീഷ്യൽ റിലീജിയൻ, nor can they give preference to one religion. In the US, the separation between state and religion mean that neither the state nor religion can interfere in the affairs of on another. അപ്പോൾ അമേരിക്കയിലെ സ്റ്റേറ്റിനായാലും റിലീജിയനിലായാലും എന്ത് ചെയ്യാം? അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ അവർക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാം. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയില്ല. എന്താണ്? elected members only can take major decisions, but in America neither they give preference to one religion. In the US, the separation between state and religion mean that neither the state nor religion can interfere in the affairs of one another. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് ആണ് നമുക്ക് ആൻസർ. പേജ് നമ്പർ 24 ഈ പാരഗ്രാഫിൽ ദ ഫസ്റ്റ് അമെൻമെൻറ്റ് ഓഫ് ദ US Constitution prohibits the legislature from making laws respecting an establishment of religion or that prohibits the free exercise of religion. ആ ഒരു സെൻറ്റൻസും അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസ്. In the USA, the separation between state and religion means that neither the state nor religion can interfere in the affairs of one religion. Okay, ഈ രണ്ട് സെൻറ്റൻസ് ആണ് ഇതിൻ്റെ ആൻസർ. Why?
the Indian secularism different from that of other democratic countries. There is one significant way in which Indian secularism differs from the dominant understanding the secularism and practice in the United States of America. This is because unlike the strict separation between religion and the state in American secularism, the Indian secularism is the state can intervene the religious affairs. അപ്പോൾ എന്തുണ്ട് അവിടെ ഇന്ത്യയിൽ the state does not promote anyone a religion, but in America the strict separation between religion and state. Okay, you have read about how the Indian constitution intervened in Hindu religious practices in order to abolish untouchability in Indian secularism through, though the state is not strictly separate from religion, it does not maintain a principled distance-wise religion. This means that any interference in religion by the state has to be based on the ideals laid out in the constitution. This ideal serves as the standard through which we can judge whether the state is or is not behaving according to the secular principles. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ എന്തുണ്ട്, നമുക്ക് we can approach court. The majority religious groups sometimes suppress the minority religious groups. We can approach the court, and also the fundamental rights also give provision to this. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. Anyone violates, we can approach the court. The Indian state is secular and works in various ways to prevent religious domination. The Indian constitution guarantees fundamental rights that are based on these secular principles. The constitution also fundamental rights നമുക്കറിയാം 6 fundamental rights. അതിൽ ഒരു fundamental rights ആണ് right to freedom of religion. Any individuals can profess, propagate, പ്രാക്ടീസ് എനി വൺ റിലീജിയൻ ഓഫ് ദെയർ ഓൺ. അവരുടെ വിശ്വസിക്കുന്ന മതത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ദിസ് ഈസ് നോട്ട് ടു സേ ദാറ്റ് ദർ ഇസ് നോ വയലേഷൻ ഓഫ് ദീസ് റൈറ്റ്സ് in Indian society. Indeed, it is preciously because such violations happen frequently that we need to constitutional mechanism to prevent them from happening. The knowledge that such rights exist makes us sensitive to their violation and enables us to take action when these violations take place. Any majority groups maybe suppress the minority religious group, we can approach the court. That means these rights are guaranteed by the Indian Constitution. ഓക്കെ, ഇതെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഒന്നാമത്തെ ഇതാണ്, വാട്ട് ഈസ് റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സെക്യുലറിസം. 3 പോയിന്റ്. One religious committee does not dominate another. Some members do not dominate other members of the same religious committee. The state does not enforce any particular religion or not take away the religious freedom of individual. അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, why the Indian secularism different from that of other democratic countries. അത് 2 സെന്റൻസ് ആണ്. 3rd ലൈൻ മുതൽ, the first amendment of the